നമ്മുടെ നാട്ടിലെ സമസ്തയുടെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം കൂടി ഞാൻ വായിച്ച ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു പെണ്ണ് ജുമഅക്ക് വന്നാൽ അവളുടെ ജുമഅയുടെ അവസ്ഥ എന്താണെന്നാണ് ഇമാം നബവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പള്ളിയിൽ അലമാരയിൽ സൂക്ഷിച്ച കിതാബിൽ പറയുകയാണ്. കേട്ടോളൂ, ഞാൻ അതിന്റെ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം നബവി പറയുന്നത്. ഇജ്മാ ഉണ്ട്. ഈ വിഷയം പ്രത്യേകിച്ച് പറയാൻ കാരണം, പ്രിയപ്പെട്ടവര്, ഈ വിഷയത്തിൽ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി വ്യത്യസ്തമായ കമന്റ്സുകൾ പറയുന്ന ഒരു കാലാണ് അല്ലേ. തങ്ങൾ കെട്ടിയിട്ടുള്ളത് വഹാബികളുടെ കുടുംബത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്ന സമയമാണ്. എന്ന കിതാബിൽ എന്തു പറഞ്ഞു കേട്ടോളൂ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറു അൽ ഇജ്മാ. എന്താണ് ഇജ്മാ? ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം ഉണ്ട്. ഏത് വിഷയത്തിൽ കേട്ടോളൂ. അല അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഒരു സ്ത്രീ, ഇമാം നബവി വിശദീകരിക്കുകയാണ്, ഈ വിഷയത്തിൽ ഐക്യകണ്ഠേനയുള്ള ഇജ്മാ ഉണ്ട്. എന്താണ് ഇജ്മാ? ഒരു സ്ത്രീ ഒരു പള്ളിയിൽ ജുമുഅക്ക് വന്നു, എന്നിട്ട് ജുമുഅ നമസ്കരിച്ചു. ലൗ ഹളറത്, അവൾ ഹാജരായി എന്ന് വെച്ചോ. വസല്ലത്തിൽ ജുമുഅ, എന്നിട്ട് ജുമുഅയിൽ അവർ നിസ്കരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേ. ജാസ, ആ ജുമുഅ, അവൾ ചെയ്ത ജുമുഅ അവൾക്ക് ജായിസാണ്, അനുവദനീയമാണ്. ബാക്കി കൂടി കേട്ടോളൂ. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് അനുവദനീയമാകുന്നത്? വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീള. കുറ്റമറ്റതായ സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം നബവി ലോകത്തോട് പറയാ, കുറ്റമറ്റതായ, കേടുണ്ട് എന്ന് പറയാൻ പറ്റാത്ത, അതിന് ഇല്ലത്തുണ്ട് എന്ന് പറയാൻ പറ്റാത്ത, ളുഅഫുണ്ട് എന്ന് പറയാൻ പറ്റാത്ത, സ്വഹീഹായ കുറ്റമറ്റതായ, ആർക്കും തർക്കമില്ലാത്ത വിധത്തിലുള്ള തെളിഞ്ഞു കിടക്കുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഏത് വിഷയത്തിൽ കേട്ടോളൂ. അന്നന്നിസാ, തീർച്ചയായും സ്ത്രീകൾ, പുന്ന, അവരായിരുന്നു, യുസല്ലീന, അവർ നമസ്കരിച്ചവരായിരുന്നു, ഖൽഫ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിറകിൽ, വീട്ടിലല്ല, ഫീ മസ്ജിദിഹി, മുത്തുനബിയുടെ പള്ളിയിൽ, ഖൽഫർ റിജാൽ, പുരുഷന്മാരുടെ പിറകിൽ നിന്നുകൊണ്ട്. എന്താ ഷാഫി മദ്ഹബ് പറയണത്? എന്താ പറഞ്ഞത്? കുറ്റം പറയാൻ പറ്റാത്ത, കുറ്റമറ്റതായ, സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഹദീസുകൾ ഉണ്ട്. ഏത് വിഷയത്തിൽ? നബിയുടെ പള്ളിയിൽ, നബിയുടെ പിറകിൽ, പുരുഷന്മാരുടെ പിറകിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അവർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് കുറ്റമറ്റതായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ജുമഅയിൽ പോയി പങ്കെടുത്ത് ജുമഅയുടെ ഖുത്ബ കേട്ട് ജുമഅയുടെ നിസ്കാരം നടത്തിയാൽ അവളുടെ ജുമഅ അത് ജായിസാണ്.